ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. കോപ്പ അമേരിക്ക 2024 ചാമ്പ്യൻഷിപ്പിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. മുഖ്യ പരിശീലകൻ ലിയോണൽ സ്കലോണി 29 അംഗ സാധ്യത ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. 26 അംഗ സംഘമാണ് കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കേണ്ടത്. കോപ്പ അമേരിക്കയിൽ ജൂൺ 21 ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 അർജന്റീനയുടെ മത്സരം. ഗ്രൂപ്പ് എയിൽ കാനഡയാണ് എതിരാളികൾ. 2022 ഫിഫ ഖത്തർ ലോകകപ്പ് കിരീടം നേടിയ അർജന്റീന ടീമിലെ 4 കളിക്കാരെ ഒഴിവാക്കിയാണ് ലിയോണൽ സ്കലോണി അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചത് എന്നതാണ് ശ്രദ്ധേയം. അതിൽ ഏറ്റവും ശ്രദ്ധേയം പൗലോ ഡിബാലയെ ഉൾപ്പെടുത്താത്തതാണ്. ഇറ്റാലിയൻ സീരി എ ക്ലബായ AS റോമയ്ക്ക് വേണ്ടി കളിക്കുന്ന ഡിബാലയെ സൗദി പ്രോ ലീഗ് ക്ലബായ അൽ നസർ FC സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വന്നതിനു പിന്നാലെയാണ് താരത്തെ കോപ്പ അമേരിക്ക പ്രാഥമിക സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയത്. സ്പാനിഷ് ക്ലബായ ജുവാൻ ഫോയ്ത്ത് 2 വർഷ വിലക്ക് നേരിടുന്ന അലക്സാൻഡ്രോ പപ്പു ഗോമസ്, അലറ്റ്ന യുണൈറ്റഡിന്റെ തിയാഗോ അൽമാഡ എന്നിവരാണ് 29 അംഗ പ്രാഥമിക സംഘത്തിൽ ഉൾപ്പെടാതിരുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായി കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ അവസാന പതിപ്പിൽ ഫൈനലിൽ ചിരവൈരികളായ ബ്രസീലിനെ 1-0 തോൽപ്പിച്ച് മെസ്സി ആൽബി സൈലസിനൊപ്പം തന്റെ ആദ്യ അന്താരാഷ്ട്ര ട്രോഫി നേടി. ആ കളിയിലെ ഗോൾ സ്കോറർ ഏഞ്ചൽ ഡി മരിയയും ഇപ്പോൾ 36 വയസ്സായിട്ടും പട്ടികയിൽ ഇടം നേടി. യഥാക്രമം മാഞ്ചസ്റ്റർ സിറ്റി, ഇറ്റലി ഇന്റർ മിലാൻ, ബെയർ ലെവർകുസൻ എന്നീ 3 വ്യത്യസ്ത ക്ലബ്ബുകളിലെ ടോപ്പ് ഡിവിഷൻ നേടിയ ജൂലിയൻ അൽവാരസ്, മാർട്ടിനസ്, എക്സ്ക്വയൽ പലാസിയോസ് എന്നീ 3 ലീഗ് നേതാക്കളാണ് ടീമിലുള്ളത്. 2022 ഫിഫ ലോകകപ്പിലേക്ക് അർജന്റീനയെ നയിച്ച മെസ്സി അടുത്ത ലോകകപ്പിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണാം എന്നായിരുന്നു മറുപടി. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.